സുഹൃത്തുക്കളെ, ഇവിടെ എല്ലാവരും സംസാരിച്ചു കഴിഞ്ഞു. ചെറിയൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. വാനത്തുമ്പകൾ എന്ന സിനിമ തൃശ്ശൂരിൽ വെച്ച് ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ കേരളവർമ്മ കോളേജിലെ ഡിഗ്രി വിദ്യാർത്ഥിയായിരുന്നു. ആ സമയത്ത് മോഹൻലാലും പാർവതിയും അതുപോലെ തന്നെ അശോകനും ഒക്കെ തന്നെ കേരളവർമ്മ കോളേജിൽ വന്നിരുന്നു. സിനിമയുടെ ഷൂട്ടിങ് ശനി ഞായർ ദിവസങ്ങളിലാണ്, കോളേജ് അവധി ദിവസങ്ങളിലാണ് നടന്നിരുന്നത്. അന്ന് മോഹൻലാലിൻ്റെയും അശോകൻ്റെയും പിന്നാലെ സ്കൂട്ടറിൽ കൂക്കി പിടിച്ച് ഓടാനായിട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ 114 നമ്പർ ക്ലാസ് റൂമിൻ്റെ മുന്നിൽ വെച്ചിട്ട് മൂലക്കൊരു ക്ലാസ് റൂമുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്തൊക്കെ തന്നെ ഞങ്ങൾ വിദ്യാർത്ഥികൾ അവരെ കളിയാക്കിക്കൊണ്ട് ചുറ്റും കൂടിയിരുന്നു. അങ്ങനെ കേരളവർമ്മ കോളേജിലെ മുഴുവൻ ദിവസങ്ങളിലും ഷൂട്ടിങ് നടക്കുന്ന ദിവസങ്ങളിലൊക്കെ തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഓരോ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആ സിനിമയുടെ ഷൂട്ടിങ് കാണാനായിട്ടും അതിൽ ചെറിയ രീതിയിലാണെങ്കിലും ആൾക്കൂട്ടത്തിലാണെങ്കിലും ഞങ്ങളൊക്കെ തന്നെ കോളേജ് വിദ്യാർത്ഥികളായിട്ട് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വടക്കുന്നാഥനിൽ ഷൂട്ടിങ് നടക്കുന്ന സമയത്ത് വടക്കുന്നാഥൻ അമ്പലത്തിൽ പടിഞ്ഞാറൻ നടക്കിൽ ഷൂട്ടിങ് നടക്കുമ്പോഴൊക്കെ തന്നെ ഞങ്ങൾ ക്ലാസ് കട്ട് ചെയ്തിട്ടൊക്കെ തന്നെ ഞങ്ങളത് കാണാനായിട്ട് ലൈറ്റ് ബോയോടൊക്കെ ചോദിക്കും, നാളെ എവിടെയാണ്, ലൊക്കേഷൻ എവിടെയാണെന്ന് ചോദിച്ച് ഞങ്ങൾ ക്ലാസ്സൊക്കെ ഒഴിവാക്കിയിട്ട് തൃശ്ശൂർ മ്യൂസിയത്തിൻ്റെ മുന്നിലും അതുപോലെ തന്നെ പൂങ്കുന്നം പാടത്ത് അതുപോലെ തന്നെ തൃശ്ശൂർ ടൗണിലെ കാസിനോയിലും അതുപോലെ തന്നെ മറ്റേ കൊക്കാല കാസിനോയിലൊക്കെ ഗേറ്റിൻ്റെ മുന്നിലൊക്കെ തന്നെ ഞങ്ങൾ ഇവരെ കാണാനായിട്ട് ഞങ്ങൾ കൂട്ടുകാരത്ത് പോയി നിന്നിരുന്നു. അങ്ങനെ ശരിക്കും ആ സിനിമയുടെ ഷൂട്ടിങ് അന്നത്തെ കേരളവർമ്മ കോളേജിലെ വിദ്യാർത്ഥികളായിട്ടുള്ള ഞങ്ങൾ ഒരു ഉത്സവം പോലെയാണ് ഞങ്ങൾ ആ ഷൂട്ടിങ് കണ്ടിരുന്നത്. മറ്റേത് അന്ന് നടന്നിരുന്ന വലിയ വലിയ നടന്മാരുടെ സിനിമ ലൊക്കേഷൻ്റെ പരിസരത്തേക്കൊന്നും നമ്മൾ അടുപ്പിക്കുന്നായിരുന്നില്ല. പക്ഷേ ഈ സിനിമയുടെ ചിത്രീകരണം നടക്കുമ്പോൾ വളരെ ഫ്രീ ആയിട്ട് നമുക്ക് അവരെയൊക്കെ തന്നെ അടുത്ത് കാണാനായിട്ടൊരു അവസരം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ തൃശ്ശൂർ രാംദാസ് തിയേറ്ററിൻ്റെ ഓപ്പോസിറ്റ് സ്നോ വൈറ്റിൻ്റെ പുറത്തുള്ള ഒരു പഴയ കെട്ടിടത്തിലായിരുന്നു മറ്റൊരു ലൊക്കേഷൻ. ഒരു പഴയ ഓടിട്ട മുറ്റത്ത് മാവൊക്കെ ഉള്ള ഒരു പഴയ ഓടിട്ട വീട്. ആ ഗേറ്റിൻ്റെ പടിക്കൽ ഞങ്ങൾ പോയി നിന്നിട്ട് ഇവരെയൊക്കെ തന്നെ സിനിമ നടന്മാരെയൊക്കെ തന്നെ മോഹൻലാലിനെയൊക്കെ തന്നെ കാണാനായിട്ട് ഞങ്ങൾ ആവശ്യപ്പെടുമ്പോൾ ആ വീടിൻ്റെ മട്ടുപാവിൽ പത്മരാജൻ താഴെ ഒഴിഞ്ഞുകൊണ്ട് വെള്ള ഷർട്ടും നീല പാൻസ് ജീൻസുമാണ് അദ്ദേഹം. അത് ഉപയോഗിച്ചുകൊണ്ട് ആ തൂണിൽ ചാരി നിന്നിരുന്ന് എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട് ഞങ്ങൾ കൈ തന്ന് അവിടെ നിൽക്കുന്ന ഒരു കാഴ്ചപ്പോഴും മനസ്സിലുണ്ട്. അതുപോലെ തന്നെ ഓരോ നടിനർമാരും മാറി മാറി വന്ന് ആ വീടിൻ്റെ മുകളിൽ കയറി നിന്ന് ആരാധകരായിട്ടുള്ള ഞങ്ങളെയൊക്കെ തന്നെ ഞങ്ങൾക്ക് കാണുവാനായിട്ടുള്ള ഒരു അവസരമൊക്കെ ഉണ്ടാക്കിയിട്ടായിരുന്നു. അങ്ങനെ ശരിക്കും ആ സിനിമയുടെ ഒരു ഷൂട്ടിങ് വലിയ രീതിയിൽ ഞങ്ങൾക്ക് സന്തോഷം പകർന്നിരുന്ന ഒരു അനുഭവം ഞാനിവിടെ പങ്കുവയ്ക്കാണ്. പിന്നെയാണ് സിനിമ റിലീസായത്. ചിത്രം റിലീസായതിനു ശേഷമാണ് ഈ നോവലിനെ കുറിച്ച് അറിയുന്നത്. അങ്ങനെ നമ്മളിലൊക്കെ തന്നെ ഏറിയും കുറഞ്ഞൊക്കെ തന്നെ ഓരോ ജയകൃഷ്ണന്മാരുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഉണ്ണിമേനോനെയൊക്കെ അന്വേഷിച്ച് ഇത്രയും വിദൂര ദേശങ്ങളിൽ നിന്ന് പോലും ഇന്നത്തെയും എക്കാലത്തെയും യുവ തലമുറയുടെ ഒരു പ്രതീകമായിട്ട് ഞങ്ങൾ ഉണ്ണിമേനോനെയൊക്കെ ഞങ്ങളിപ്പോഴും കാണുന്നതും ആരാധനയോട് കൂടിയിട്ട് വലിയ വലിയ സമ്മാനങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ടെന്നാണ് പറയുന്നത്. അത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത്രമാത്രം ചെറുപ്പക്കാരെ മാത്രമല്ല, ഇത്രമാത്രം പുരുഷന്മാരെ സ്വാധീനിച്ച ഇഷ്ടപ്പെടുത്തിയ ഒരു സിനിമ മലയാള സിനിമയിൽ അപൂർവമാണ്. പ്രമീളയും കൂടി ഒന്നാരാഗം പാടിയെന്നുള്ള പാട്ടാണ് ഞാൻ പാടാൻ ഉദ്ദേശിച്ചത്. പക്ഷെ പ്രമീളയ്ക്ക് മറ്റൊരു പരിപാടിയുണ്ട്. തുവാനത്തുമ്പയല്ല ഒരുപാട് പാട്ടുകളുണ്ട് പത്മരാജ സിനിമകളിൽ. ഞാൻ നിർവ്വനിലെ ശിശിരകാല മിഥുനമേഘ എന്നുള്ള പാട്ടുകൾ അതൊക്കെ തന്നെ ഞങ്ങൾ പാടാറുള്ളതാണ്. പക്ഷെ ദേവരാഗത്തിലാണ്. പക്ഷെ ഞാന് തുവാനത്തുമ്പയുടെ ഒരു പാട്ട്. ഒരു കാര്യം സാറ് വിട്ടുപോയി. നമ്മുടെ കേരളവർമ്മ കോളേജിലെ മൂലക്കുരുട്ട് കാര്യം ചോദിക്കില്ലേ, അവിടെ നമ്മുടെ ജോൺ ബ്രിട്ടാസ് ഉണ്ടായിരുന്നു. അതെ, കോളേജ് വിദ്യാർത്ഥികളുടെ തന്നെ ഓർമ്മയുണ്ടോ? ഇപ്പോഴത്തെ MP നമ്മുടെ ജോൺ ബ്രിട്ടാസ് സമയത്ത് ആ നിൽക്കുന്ന ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ സാറത് പറയുന്നത് വിചാരിച്ചു.
ഞാൻ വാനത്തുമ്പിയുടെ തന്നെ ഒരു പാട്ട് പാടുന്നത് അതുകൊണ്ട് ശരിയാവുന്നിട്ട് അറിയില്ല. ദേവി ആത്മരാഗമായാണോ? അതാണ് ആരാരുടെ നോമ്പകത്തി ആരാരുടെ നോമ്പകത്തി ആരാരുടെ ചെറുകിലൊടുങ്ങി അറിയില്ലല്ലോ 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 വേഗം പൂത്തു തുടങ്ങി മോഹം ചെയ്തു തുടങ്ങി വേദി കേട്ടു നെഞ്ചിൽ പുതിയൊരു താളം. ചൂടിന്റെ കഥയാകെ മാറുന്നു ഒരു ബിന്ദുവിൽ കാലമണിഞ്ഞു. എരിവേനൽ ചൂടിന്റെ കഥയാകെ മാറുന്നു ഒരു ബിന്ദുവിൽ കാലമണിഞ്ഞു. ഒരു മണ്ണിൻ സ്വപ്നം പുൽപ്പൊടികളായുണരും അവന്റെ പൂക്കളങ്ങളാ വർഷമതം കൊണ്ടു കാണുന്നു അടുത്തതിൽ പവിഴങ്ങൾ വിങ്ങി വിളഞ്ഞു. അലകടത്തിലെ വർഷമതം കൊണ്ടു കാണുന്നു അടുത്തതിൽ പവിഴങ്ങൾ വിങ്ങി വിളഞ്ഞു. പരിരംഭണത്തിന്റെ രതിഭാവമെന്നും പകരും സാഗരത്തിനാലും നിത്യകാലം മധ്യകാലം നിത്യകാലം മധ്യകാലം വേഗം പൂത്തു തുടങ്ങി മോഹം ചെയ്തു തുടങ്ങി പുതിയൊരു കാലം. ആരാരെ ആദിമുഖത്തി ആരാരുടെ നോമ്പകത്തി ആരാരുടെ ചിറകിലൊടുങ്ങി അറിയില്ലല്ലോ 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 വേഗം
മോഹം ചെയ്തു തുടങ്ങി വേദി കേട്ടു നെഞ്ചിൽ പുതിയ താളം. ഒരുപാട് സന്തോഷം. ഉണ്ണിമേനോന്റെ സാന്നിധ്യത്തിൽ ഈ പാട്ട് പാടാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷം.